ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ട പൂജ്യം. ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം എന്താടാ? കേട്ടോ? അല്ല, ഞാൻ ഈ അള്ളാഹു ഈ മലക്കിനെ ഈ മുകളിലേക്ക് ഷട്ടിലടിക്കുക, ഇതിലൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ബദർ യുദ്ധ സമയത്താന്ന് തോന്നുന്നു സൂറത്തുൽ ആലിമ്രാനിലെ 3-ാമത്തെ അധ്യായത്തിൽ 124-ാമത്തെ വചനം ഇങ്ങനെ പറഞ്ഞു, നബിയെ നിങ്ങളുടെ രക്ഷിതാവ് 3000 മലക്കുകളെ ഇറക്കിക്കൊണ്ട് നിങ്ങളെ സഹായിക്കുക എന്നത് നിങ്ങൾക്ക് മതിയാവുകയില്ലേ എന്ന് ഇനി സത്യവിശ്വാസികളോട് പറഞ്ഞിരുന്ന സന്ദർഭം ഓർക്കുക. അവിടെ കറക്റ്റ് സന്ദർഭം ഇവർക്ക് ഓർമ്മയുണ്ട്. അവിടെ എത്ര മലക്കാണ്? 3000 മലക്ക്. അള്ളാഹു 3000 മലക്കുകളെ ഇറക്കി കൊടുക്കാമെന്ന് മുഹമ്മദ് നബിയോട് പ്രോമിസ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ നേരെ സൂറത്തുൽ അൻഫാലിൽ എത്തുമ്പോ ദേ കിടക്കണ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായം തേടിയിരിക്കുന്ന സന്ദർഭം ഓർക്കുക. അവിടെ വീണ്ടും ഓർക്കാനാ പറയണേ, തുടരെയായി 1000 മലക്കുകളെ അയച്ചു കൊടുത്തുകൊണ്ട് ഞാൻ അവനെ സഹായം നൽകുന്നതാണ്. അവിടെ 1000 ഉള്ളല്ലോ. 3000 റിക്വസ്റ്റ് ചെയ്തിട്ട് 3000 കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. 3000 കൊടുത്തു എന്നെങ്കിൽ 3000 കൊടുത്തു എന്ന് പറയണം. 1000 കൊടുത്തു എന്നെങ്കിൽ 1000 കൊടുത്തു എന്ന് പറയണം. അല്ലെ റിക്വസ്റ്റ് ചെയ്ത് അത്രയും കൊടുത്തില്ല എന്ന് പറയണം. പണ്ട് ഈ മുഹമ്മദ് നബി അള്ളാഹുവിനെ കാണാൻ വേണ്ടിയിട്ട് ആകാശത്ത് പോയിട്ട് ആദ്യം 50 നമസ്കാരം കൊടുത്തു. പിന്നെ മൂസ നബിയുടെ ഒരു ഉപദേശം കേട്ടിട്ട് വീണ്ടും പോയി കുറച്ച് 45 ആക്കി, 40 ആക്കി, കുറച്ച് 5 ആക്കി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ ഇവിടെ? ബദറില് 313 സഹാബാക്കൾ അവരുടെ ഏതാണ്ട് 4 ഇരട്ടി കണക്ക് പ്രകാരം 1100, 1200 വരെയുള്ള ഖുറൈശികൾ അല്ലെങ്കിൽ മുഷ്രിക്കീങ്ങൾ, ജൂതന്മാരുടെ കൂട്ടിക്കും. അപ്പോ അവരെ നേരിടാനായിട്ട് ആദ്യം അള്ളാഹു പറഞ്ഞത് 3000 പേരെ ഇറക്കിയെന്നാണ്. പിന്നെ പറയുന്നത് 1000 പേരെ ഇറക്കി. അള്ളാഹുവിന്റെ കണക്ക് ഇതിൽ എന്തോ പ്രശ്നമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹുവിന് ഈ ഓർമ്മശക്തിക്കുറവ് ഭയങ്കര ഉണ്ട്. അത് ഭയങ്കര പ്രശ്നമാണ്. അല്ല, ഈ 313 സഹാബാക്കള് ബദർ യുദ്ധത്തില് 1000-ലധികം വരുന്ന കാഫറുകളോട് ധീരമായി പോരാടി വിജയിച്ചത് ഭയങ്കര സംഭവമാണ്. മുസ്ലിങ്ങളെ ഭയങ്കരമായിട്ടുള്ള കഴിവാണ് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പൊ അത് ഈ 1000 ആണെങ്കിലും 3000 ആണെങ്കിലും 1000 അധികം 313 1313 പേരായി. ഒരു മലക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മനുഷ്യരുടെ ശക്തിയുള്ള ആൾക്കാരത്. എന്നിട്ടാണോ ഈ ബദർ യുദ്ധത്തിൽ നേടിയ അത് ദീനുൽ ഇസ്ലാമിന്റെ വിജയമാണ് എന്നൊക്കെ പറയുന്ന അള്ളാഹു 1000 പേരെ ഇറക്കി കൊടുത്താൽ അത് ഈ പറഞ്ഞ മുസ്ലിം ഏതാ മലക്ക്? ആ മലക്കിനെ പറ്റി പറയുന്നുണ്ട്. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചുണ്ടാക്കിയവനും 2, 3, 4 ചിറകുള്ള മലക്കുകൾ അവന് ദൂതന്മാരായി നിയോഗിച്ചിട്ടുള്ളവരാകുന്നു. അള്ളാഹുവിന് സ്തുതി. അങ്ങനെ ഒരു ചിറകു 2 ചിറകു 3, 4 ചിറകുണ്ട്. മലക്കിന്റെ ചിറകിന്റെ എണ്ണം എത്രയാന്ന് പറഞ്ഞേ? 2, 3, 4. എനിക്ക് കണക്ക് മനസ്സിലായില്ല. ചിറകെന്ന് പറയുമ്പോ ശരീരത്തിന്റെ 2 ഭാഗത്ത് ഓക്കെ. 3 എന്ന് പറയുമ്പോ എങ്ങനെയാ? വിമാനത്തിന്റെ മാതിരി വാലിന്റെ ഭാഗത്ത് ചിറക് പോലെ മുകളിലോട്ട് കുത്തനെ നിർത്തും. 4 എന്ന് പറയുമ്പോ ബട്ടർഫ്ലൈക്കൊക്കെ ഉള്ളതുപോലെ അല്ലെ തുമ്പിക്കൊക്കെ ഉള്ളതുപോലെയുള്ള സംഭവമായിരിക്കും. ഇതിപ്പോ ഓക്കെ അത് ജോഡിയാണെന്ന് പറഞ്ഞിട്ടില്ല അല്ലെ? 2 ഇല്ല. നമ്മള് ഈ പരിഭാഷയൊക്കെ നോക്കുമ്പോൾ ജോഡി എന്നൊക്കെ ചില ആൾക്കാർ എഴുതി വെച്ചിട്ടുണ്ട്. വ്യാഖ്യാന മിടുക്കന്മാരും അങ്ങനെയൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ ഒരു സംശയം അതല്ല. ഞാനൊരു ഹദീസ് സഹീഹ് മുസ്ലിമിലാണോ ബുഖാരിയിലാണോ എന്ന് ഓർമ്മയില്ല. മുഹമ്മദ് നബിയുടെ മുമ്പില് ഒരു ചാണ് ദൂരത്തിലെങ്ങാണ്ടോ ജിബ്രീൽ വന്നു. മുഹമ്മദ് നബി ജിബ്രീലിന്റെ വിശ്വരൂപത്തിൽ, ചിലപ്പോഴൊക്കെ മനുഷ്യരായിട്ട് വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ സഹാബികളുടെ കൂട്ടത്തിൽ വന്നിരുന്നിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഉണ്ട്. പക്ഷെ വിശ്വരൂപത്തിൽ ആകാശത്ത് ചക്രവാളത്തിൽ ഒരു അർശന്മേല് ജിബ്രീലിനുണ്ട് ഒരു അർശ്. അങ്ങനെ കണ്ട ഒരു സന്ദർഭമുണ്ട്. ഹിറ ഗുഹയ്ക്ക് അകത്ത് വന്ന് കണ്ട സന്ദർഭമുണ്ട്. വിശ്വരൂപത്തിൽ 2-3 തവണയും ജിബ്രീലിനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ കണ്ട ഒരു സന്ദർഭത്തിൽ ഈ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന മാലാഖയ്ക്ക് 600 ചിറകുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഹദീസ് ഇല്ലേ യുവി? ഉണ്ട്. അത് ഇങ്ങനെയാണ്. അതായത് സഹീഹ് മുസ്ലിമിൽ 174C ആ ഹദീസിൽ ഇങ്ങനെയാ പറയണത്. ഷബ്ബാനിയിൽ നിന്ന് ഞാൻ സേറുബിന് ഹുഷൈബിനോട് അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ്. എന്നിട്ട് അദ്ദേഹം 2 വില്ലോളം അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ അകലത്തിൽ നിലകൊണ്ടു എന്ന് പറയുന്ന 2 വില്ലോളം സൂറത്തു നജ്മിലെ 9-ാമത്തെ വചനത്തിന്റെ ഒരു സന്ദർഭമാണ് പറയുന്നത്. 2 അടി മുതൽ വില്ലിന്റെ നീളമാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരു 1.5 മീറ്റർ വില്ലാണെങ്കിൽ ഒരു 3 മീറ്റർ വരെ. അപ്പൊ 2 അടി മുതൽ 3 മീറ്റർ വരെയുള്ള ദൂരത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു അല്ലെ? എന്ന ഖുർആൻ വചനത്തെ പറ്റി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇബ്നു മസ്ഊദ് എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, എന്താണ്, നബി ജിബ്രീലിനെ കണ്ടു, അദ്ദേഹത്തിന് 600 ചിറകുണ്ട്. അത് അള്ളാഹു സൃഷ്ടിച്ച മലക്കുകൾക്ക് ഖുർആനിൽ പറയുന്ന ചിറകിന്റെ എണ്ണം 2, 3, 4
പക്ഷെ സത്യം മാത്രം പറയുന്ന മുഹമ്മദ് നബി മുമ്പിൽ കണ്ടിട്ടുള്ള ജിബ്രീലിന്റെ ചിറകുകളുടെ എണ്ണം 600. അപ്പൊ ഇതില് ആരോ ഒരാൾ നുണ പറയുന്നു. അപ്പൊ ഒന്നുകിൽ അള്ളാഹു നുണ പറഞ്ഞു, അല്ലെങ്കിൽ അള്ളാഹു ഓർമ്മപ്പശകാണ്. 1, 2, 3, 4 എന്ന് പറഞ്ഞത് ഓർക്കാതെ ഈ ജിബ്രീലിന് അലൈഹിസ്സലാം കൂടുതൽ ചിറക് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അള്ളാഹുവിന് എണ്ണ അറിയില്ല, 3-നപ്പുറം അല്ലെ 4-നപ്പുറം എണ്ണ അറിയില്ല. 600 ഒന്നും അള്ളാഹു അങ്ങനെ പറയാൻ വഴിയില്ല. 50,000 എന്നൊക്കെ പറയും. അപ്പൊ 50,000 വരെയൊക്കെ അള്ളാഹുവിന് എണ്ണാൻ അറിയാവുന്ന കാര്യം നമുക്ക് ഖുർആൻ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ 600 എന്നുള്ളൊരു വിഷയം അവിടെ വന്നു. രണ്ടാമത്തെ കാര്യം, മുഹമ്മദ് നബി നേരിട്ട് കണ്ടപ്പോ 600 ചിറക്, അള്ളാഹു ജിബ്രീലിനെ സൃഷ്ടിച്ചപ്പോ മാക്സിമം 4 ചിറക്. അപ്പൊ അഡീഷണൽ ആയിട്ട് ഈ ചങ്ങാതി ജിബ്രീൽ അലൈഹിസ്സലാം വേറെ ചിറക് ഫിറ്റ് ചെയ്തുകൊണ്ട് വന്നതായിരിക്കുമോ, അതോ അള്ളാഹുവിന് സൃഷ്ടിച്ചപ്പോ എണ്ണം 596 തെറ്റിപ്പോയതായിരിക്കും? ചിറക് എക്സ്ട്രാ അല്ലെ? അല്ല, 596 ചിറക് എക്സ്ട്രാ. 596 മുതൽ 598 വരെ ചിറക് എക്സ്ട്രാ ഉണ്ട്. ഫസ്റ്റ് വന്ന സാധനം കഴുത്തിൽ പിടിച്ചതൊക്കെ പിശാജാണെങ്കിലോ മുപ്പരന്ന് കണ്ടത്? അതിനുള്ള പിശാചിന്റെ സാധ്യതയില്ലേ? ചിറകിനെ സംബന്ധിച്ചിട്ട് പണ്ഡിത വര്യന്മാരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇസ്ലാമിക പണ്ഡിതന്മാരൊന്നും ചിറകളുടെ ഇടത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതൊരു പ്രശ്നമുണ്ട്. എത്ര മുട്ട ഇടും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരേ സമയത്ത്. അപ്പൊ ഇത് ഒന്നാമത് ഇതൊക്കെ ഞാൻ ഇതൊരു ദൈവത്തിന്റെ ഒരു അവസ്ഥ. ഇത് ദൈവം പറഞ്ഞതാണ്. ദൈവം പറഞ്ഞത് മാത്രമേ മുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനത്തെ തള്ളി മറിക്കുമ്പോൾ ഇങ്ങനെ നമ്പറുകളില് ചാക്കോമാഷിന്റെ ആ പുച്ഛം ഈ അള്ളാഹുവിനും പ്രവാചകനും കിട്ടുക എന്ന് പറഞ്ഞാല് മറ്റേ പറയണ്ടല്ലോ, ഓട്ടക്കാലണ എന്ന് പറയണ്ടല്ലോ, അതേപോലെ പിടിച്ചിട്ട് വെക്കേണ്ട ഒരു ഗതികേടാണ് ഇവിടെ ഈ പറഞ്ഞ ചാക്കോമാഷിന്റെ മുമ്പിൽ അള്ളാഹു മുഹമ്മദ് അപമാനിതരാവാണ് ചെയ്യുന്നത്. വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതിൽ മാത്രമൊന്നുമല്ല, പല ഈ നമ്പർ പറയുന്നിടത്തൊക്കെ ഈ പ്രശ്നമാണ് അല്ലേ? മലക്കിന്റെ ചിറകത്ര. ഇപ്പൊ ഇതേപോലെ തന്നെ പറയുന്ന വേറൊരു സ്ഥലമാണ് ഒരു വിശ്വാസിയുടെ ശക്തി. അവിടെ നമ്പർ പറയുമ്പോൾ മൂപ്പര് ഫുള്ള് കൺഫ്യൂഷനാ. ഒരു ഖുർആനിലെ സൂറത്തുൽ അൻഫാലിലെ 65-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: നബിയെ, നീ വിശ്വാസിയെ യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കണം. യുദ്ധത്തിന് നല്ല ഒരു സംഭവമാണ്. ഓക്കെ, വയലൻസ് ഇല്ലാത്ത ഒരാളാണ്. സമാധാനമാണ്. മുടിഞ്ഞ സമാധാനമാണ്. അതെ. നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാശീലരായ 20 പേരുണ്ടായിരുന്നാൽ 200 പേരെ അവർക്ക് ജയിച്ചടക്കാവുന്നതാണ്. 20ന്റെ 10 ഇരട്ടി 200 ശത്രുക്കളെ നേരിടാനായിട്ട് നല്ല മുസ്ലിങ്ങൾ, ക്ഷമാശീലരായ മുസ്ലിങ്ങൾ എത്ര മതി? 20 പേര് മതി. അപ്പൊ 10 ഇരട്ടി. 10 ഇരട്ടി അത് കുഴപ്പമില്ല, നേരിടാൻ പറ്റും. സിനിമയിലൊക്കെ പോലെ 20 പേര് 200 പേരാകുമ്പോ 1:10 എന്ന് വരും. ഓക്കെ, അത് നല്ല കണക്കാണ്. ഒരാൾക്ക് 10 ആള് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ വേറെ കൂടെ ഉണ്ടല്ലോ, നിങ്ങൾ 100 പേരുണ്ടായിരുന്നാൽ. അത് തൊട്ട വാക്കിൽ അങ്ങനെ പറയണത്. അങ്ങനെ ഉണ്ട്. ഒറ്റ മിനിറ്റ്. നിങ്ങളുടെ കൂട്ടത്തിൽ 100 പേരുണ്ടായിരുന്നാൽ സത്യനിഷേധികളിൽ നിന്ന് 1000 പേരെ ജയിച്ചെടുക്കാവുന്നതാണ്. അവിടെ ഈ കണക്ക് ശരിയാണ്. 1:10 ആണ് കേട്ടോ. അത് അള്ളാഹു ഒരു കണക്കും തെറ്റിയിട്ടില്ല. 20:200 എന്ന് പറയുന്നതും 100:1000 എന്ന് പറയുന്നതും ഒരേ അനുപാതമാണ്. റേഷ്യോ സെയിം ആണ്. അള്ളാഹു ഈ കാര്യത്തിൽ ചാക്കോമാഷിന് അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ കണക്കടക്കം വ്യക്തിയാണ്. പക്ഷെ വേറൊരു കണക്കും കൂടെ അതൊന്നും അവൻ കാര്യം ഗ്രഹിക്കാത്ത ഒരു ജനവിഭാഗമാണ് എന്നതുകൊണ്ട് അത്രേ. അത് 66-ാമത്തെ വചനമുണ്ട്. അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഭാരം കുറച്ചു തന്നിരിക്കുന്നു, നിങ്ങൾ ബലഹീനതയുണ്ടെന്ന് അവൻ അറിയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാശീലരായ 100 പേരുണ്ടായിരുന്നാൽ അവർക്ക് 200 പേരെ ജയിച്ചെടുക്കാവുന്നതാണ്. അയ്യോ, ഈ ഭാരം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ 20 പേരുണ്ടെങ്കിൽ 200 ആയിരുന്നു. ഭാരം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് 10 പേരുണ്ടെങ്കിൽ 200 ജയിക്കാന്നാ പറയേണ്ടത്. ഇപ്പൊ എങ്ങനെയാ പറഞ്ഞത്? നിങ്ങൾ 100 പേരുണ്ടായിരുന്നാൽ 200 പേരെ ജയിക്കാവുന്നതാണ്. 100 പേരുണ്ടെങ്കിൽ 200 പേരെ ജയിക്കാന്ന് പറഞ്ഞാൽ അവിടെ ഭാരം കൂടുകയല്ലേ ചെയ്തത്? അള്ളാഹുവിന് ഈ 200-ഉം 20-ഉം തമ്മിലുള്ള വ്യത്യാസം 200 ആണോ കൂടുതൽ 20 ആണോ കൂടുതൽ എന്നുള്ള കാര്യത്തിൽ അള്ളാഹുവിന് കൺഫ്യൂഷൻ ഉണ്ട്. ഗ്രേറ്റർ ദാൻ ലെസർ ദാൻ അറിയില്ല എന്ന് തോന്നുന്നു അല്ലെ? അള്ളാഹുവിന് ഗ്രേറ്റർ ദാൻ ലെസർ ദാൻ അറിയണം. അപ്പൊ അത് അവിടെ എന്തോ ഒരു കണക്കുണ്ട്. ഇനി ഇതുപോലെ തന്നെ വേറൊരു കണക്കുണ്ടല്ലോ, നിങ്ങൾ 1000 പേര് ഉണ്ടായിരുന്നാൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം 2000 പേരെ അവർക്ക് ജയിച്ചെടുക്കാവുന്നതാണ്. ഒരാൾക്ക് 2 പേര് ഇവിടെ അല്ലെ? ഒരു മുസ്ലിമിന് സമാധാനകാംക്ഷിയായ ഒരു മുസ്ലിമിന് യുദ്ധത്തിൽ 2 പേരെ തോൽപ്പിക്കാനുള്ള ശക്തിയുള്ളൂ. നേരത്തെ നിങ്ങൾക്ക് 1:10 ആയിരുന്നു. 10 പേരെ എതിരാൻ പറ്റും. അള്ളാഹു ഭാരം കുറച്ചു കൊടുത്തത് കാഫറുകളുടെയാണോ മുസ്ലിങ്ങളുടെയാണോ? ഒന്നുകൂടെ വായിച്ചു നോക്കണേ. വായിച്ചു നോക്കിയപ്പോ നിങ്ങളുടെ ഭാരം കുറച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളുടെ ഭാരം കൂട്ടുക ചെയ്ത്. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചോളം 20 ഈസ് ഗ്രേറ്റർ ദാൻ 200 ആണ്. ഇത് ചാക്കോ മാഷിന്റെ അടുത്തുനിന്ന് അള്ളാഹുവിനെ വിട്ട് പഠിപ്പിക്കണം. ഒന്നും കൂടെ 4ാം ക്ലാസ്സിൽ ഇരുത്തേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഈ ഗ്രേറ്റർ ദാൻ ലെസർ ദാൻ ഒക്കെ 4ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. LP സ്കൂളിൽ ഇരുത്തി കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നമുള്ളൂ. 20 ആണോ 200 ആണോ കൂടുതൽ, 100 ആണോ 1000 ആണോ കൂടുതൽ, ഇതൊക്കെ
പഠിക്കാനായിട്ട് 4ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ മതിയാവും. ഇവിടെ വേറെ മലക്കിന്റെ ഒരു സാധനം പറയുന്നുണ്ട്. ഈ മലക്ക് വെച്ചുള്ള കളികളാണ്. ഇപ്പൊ മരണത്തിന്റെ മലക്ക് അവിടെ ഇതേപോലെ നമ്പറിന്റെ എന്തൊരു പ്രശ്നം ഉണ്ടല്ലോ. മരണത്തിന്റെ അവിടെ മലക്ക് ഈ എന്ന് പറയുമ്പോൾ അത് അസ്രായീൽ അലൈഹിസ്സലാം അതെ അല്ലേ? അപ്പം റൂഹ് അങ്ങനെ പിടിക്കുന്ന പറഞ്ഞ ആൾക്ക് മുസ്ലിങ്ങളുടെ ഇടയിൽ പറയുന്ന പേര് അള്ളാഹുവിന്റെ മലക്കിന്റെ പേര് അസ്രായിലാണ്. അത് മരണത്തിന്റെ മലക്ക്. അത് ഓക്കെയാണ്. നബിയെ പറയുക, നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ മലക്ക് നിങ്ങളെ മരിപ്പിക്കുന്നതാണ്. മലക്കിനത്തെ മലക്കാണ് മരിപ്പിക്കുന്നത്. പിന്നീട് റൂഹ് നിങ്ങളുടെ പിടിക്കും. രക്ഷിതാവിലേക്ക് മടക്കപ്പെടുന്നതാണ്. മലക്ക് പിടിക്കും. അതായത് അസ്രായിലാണ് എല്ലാവരുടെയും റൂഹ് പിടിക്കുക. എന്റെയും യുബിയുടെയും ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും റൂഹ് ആരംഭകാലം മുതലേ ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നത് അസ്രായിൽ എന്ന് പറയുന്ന മലക്കാണ്. അത് മലക്കുൽ മൗത്ത്, ഓക്കെയാണ്. മലക്കുൽ മൗത്ത്, നമ്മുടെ മലക്കുൽ ഈ മൗത്താണ്. ഹിന്ദു മിത്തുകളിൽ പറയുന്ന കാലൻ അല്ലെങ്കിൽ യമദേവന്റെ തുല്യനായിട്ടുള്ള ആളാണ് നമ്മുടെ അസ്രായിൽ. അങ്ങനെയാണ് റൂഹ് പിടിക്കുക. അതെന്താ പ്രശ്നം? അവിടെ വേറെ പ്രശ്നമുണ്ട്. സൂറത്തുൽ മുഹമ്മദില് 27ാമത്തെ വചനം ഇങ്ങനെ പറയണത്, അപ്പോൾ മലക്കുകൾ, അവിടെ മലായിക്കത്താണ് വരുന്നത്. അസ്രായേൽ മലായിക്കത്താണോ അല്ലെ മലക്കാണോ? അതൊരു പ്രശ്നമുണ്ടല്ലോ. അസ്രായിൽ എന്ന് പറയുന്ന ഒരു മലക്കാണ്. അപ്പോൾ അപ്പൊ റൂഹ് മലക്കുകൾ പിടിക്കാനായിട്ട് അവരുടെ അള്ളാഹു പറഞ്ഞിട്ട് ഇവിടെ മലക്കുകളായി അല്ലെ? മലായിക്കത്തായി. മലക്കുകൾ നിങ്ങളെ മരിപ്പിക്കുമ്പോൾ അവർ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ നിയമങ്ങളില്ലാത്ത ഈ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാമായിരുന്നില്ലേ? അപ്പോൾ അവർ പറയും, ഞങ്ങൾ ഇവിടെ ഞെരുക്കപ്പെട്ടവരായിരുന്നു എന്ന് മരിച്ചു പോകുന്ന ആൾക്കാർ പറയും. അത് അള്ളാഹു ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ നിയമം, ശരിയാ നിയമം ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഉള്ള ആൾക്കാരെ അള്ളാഹു മരിപ്പിക്കും. ഉദാഹരണത്തിന് നമ്മളെയൊക്കെ ശരിയാ നിയമം അല്ലല്ലോ ഇന്ത്യയിൽ. അപ്പൊ ഇന്ത്യയിലെ ഏതാണ്ട് 140 കോടി ജനങ്ങളെയും മരിപ്പിക്കുമ്പോൾ മലക്കുകൾ അവരെ അടിക്കും. ചുമ്മാന്നുമല്ല, നല്ല അടി അടിച്ചിട്ടാണ് ചോദിക്കുക, എടാ നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനില്ല സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ, തൊട്ട് അടുത്തുള്ള അഫ്ഗാനിസ്ഥാൻ, അങ്ങോട്ടെങ്കിലും പോകാമായിരുന്നില്ല. പക്ഷെ അവിടെ മലക്കുകളാണ്, അവിടെയും മലക്കുകളാണ് കേട്ടോ. പക്ഷേ അപ്പൊ അസ്രായിൽ മലക്കിനെ അള്ളാഹു ഈ റൂഹ് എടുപ്പിക്കാനായിട്ട് ഏർപ്പാടാക്കിയെന്ന് ആദ്യം പറഞ്ഞു. ഇപ്പൊ പറയുന്നത് മലക്കുകൾ എന്നാണ് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന് മലക്കുകൾ എന്ന് പറയുമ്പോ 2ൽ കൂടുതൽ വരണം, 2ൽ കൂടുതലോ വരണം. അള്ളാഹുവിന്റെ കണക്കിൽ അത് പ്രശ്നം. എപ്പോഴും മലക്കിനല്ലല്ലോ. അപ്പൊ വേറൊരു വചനത്തിൽ ഇങ്ങനെ പറയണത്, ആത്മാവുകളുടെ അവയുടെ മരണവേളയിൽ അള്ളാഹു പൂർണ്ണമായി ഏറ്റെടുക്കുന്നു. അവിടെ അള്ളാഹു ആണ് ഏറ്റെടുക്കുന്നത്. ഇപ്പൊ സൂറത്തുൽ അസുമറില് 42 അള്ളാഹു ഡയറക്റ്റ് ഒരാളാണെന്ന് പറയുന്നത്, കാലനും അള്ളാഹു ഒരാളാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. മലക്ക് ആത്മാവുകളെ അവയുടെ മരണവേളയിൽ അള്ളാഹു ഏറ്റെടുക്കും. ആത്മാവുകൾക്ക് മരണം ഉണ്ടോ എന്ന് പറയുന്ന ഒന്നാമത്തെ പ്രശ്നം അവിടെ കിടപ്പുണ്ട്. അപ്പോ പിന്നീട് ആ ആയതിന്റെ തുടർച്ചയായിട്ട് തന്നെ അള്ളാഹു താൽക്കാലികമായിട്ട് മനുഷ്യരുടെ ഉറക്കത്തിൽ ആത്മാവുകളെ പിടിച്ചു വെക്കും എന്ന് പറയുന്ന സംഭവം അവിടെ അള്ളാഹു തന്നെയാണ് ഈ ആത്മാവുകളെ പിടിച്ചു വെക്കുക. പക്ഷെ ഇവിടെ നേരത്തെ പറഞ്ഞത് മനസ്സുകളെ ആത്മാക്കളെ പിടിച്ചു വെക്കുന്ന മാത്രമല്ല, റൂഹുകളെ എടുക്കുന്നതും അള്ളാഹു ആണെന്ന് പറയുന്നു. ആദ്യം പറഞ്ഞത് ഒരു മലക്ക്, പിന്നെ പറഞ്ഞത് മലക്കുകൾ, മൂന്നാമത് പറഞ്ഞത് അള്ളാഹു. പൂർണ്ണമായും അള്ളാഹു ഡയറക്റ്റ് ആണ് പരിപാടി. എണ്ണത്തിന് മാത്രമല്ല പ്രശ്നം. ആദ്യം പറഞ്ഞ എണ്ണം മാത്രം പ്രശ്നമല്ല, ഒരു മലക്ക് പിന്നെ മലക്കുകൾ. അത് അവിടെ കണക്കറിയാത്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ എന്തോ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അത് കണക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല, എങ്കിലും എന്തോ ഒരു പ്രശ്നമുണ്ട്. മൊത്തത്തിൽ രണ്ടല്ലാഹുമാർന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം കൂടി വന്നേനെ. അതെ, ആദ്യം പറഞ്ഞു മലക്കിനെ അയക്കും, ഒരു മലക്കിനെ അയക്കും എന്ന് പറഞ്ഞു. രണ്ടാമത് 2 മലക്കുകൾ ആണ് പിടിക്കുക എന്ന് മലക്കുകളാണ് പിടിക്കുക എന്ന് പറയുന്നു. മൂന്നാമത് പറയുന്നു അള്ളാഹു ആണ് റൂഹ് എടുക്കുക. 4ാമതൊരു വചനം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ, അള്ളാഹുമാർ നിങ്ങളുടെ റൂഹുകളെ പിടിച്ചെടുക്കുകയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായതുകൊണ്ട് ആ പ്രശ്നം അള്ളാഹുവിന് ബോധ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഖുർആൻ ഒരു ആയത്തും കൂടെ വന്നേനെന്ന് തോന്നുന്നു. നമ്മളിപ്പോ ഏതൊക്കെ വിഷയം പറഞ്ഞു? നമ്മള് അള്ളാഹു സ്വത്ത് വീതം വെച്ചതിൽ പ്രശ്നമുണ്ട്. ആകാശഭൂമി ഉണ്ടാക്കിയ അള്ളാഹുവിന്റെ കണക്ക് തെറ്റിയ വിഷയം 1 അല്ലെ? ഒന്നാമത്തെ കാര്യം. അനന്തരാവകാശത്തിൽ അള്ളാഹുവോ ചാക്കോമാട്ടോ സൂപ്പർ എന്ന് പറയുന്ന ഒന്നാമത്തെ ചോദ്യം. മുലകുടി വിഷയത്തില് 6 മാസത്തെ ഗർഭകാലത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ സൂപ്പർ ആയിട്ടുള്ള 34 മാസം വേണമോ 24 മാസം വേണമോ മുലകുടിയും ഗർഭകാലവും കൂടി ചേർത്തിട്ട് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു വിഷയം. അത് ചാക്കോ മാഷ് വീണ്ടും റിട്ടയർ ചെയ്തെങ്കിലും റീപോസ്റ്റ് ചെയ്യേണ്ട അത്യാവശ്യം വരും. സ്കൂളിൽ പഠിപ്പിക്കാതെ പറ്റില്ല. അതേപോലെ ആകാശഭൂമി ഉണ്ടാക്കുമ്പോ 6 ദിവസം എന്ന് പറഞ്ഞാൽ 30 മറന്നുപോകും. വേറെ എണ്ണുമ്പോ 8 ദിവസമാവും. അതൊരു പ്രശ്നമുണ്ട്. അവിടെ അതിപ്പോ നമുക്ക് ചാക്കോ മാഷെ കൊണ്ടും ശരിയാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അത് കഴിഞ്ഞുപോയ കാര്യം. പ്രപഞ്ചം 6 ദിവസം കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് 6 ദിവസം കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് 10-20 സ്ഥലത്ത് എഴുതി വെച്ചിട്ട് കണക്ക് പറഞ്ഞു വന്നപ്പോ 8 ആയിപ്പോയി. അതിനി പരിഹരിക്കാനില്ല. പ്രപഞ്ചം സൃഷ്ടിച്ചു പോയില്ലേ? അതൊക്കെ 6 ദിവസം കൊണ്ട് പണ്ടേ സൃഷ്ടിച്ച് തീർത്ത പരിപാടിയാണ്. ഇനി ആ ഡേറ്റിൽ നമ്പർ മാറ്റാൻ പറ്റില്ല. കഴിഞ്ഞ കാര്യങ്ങൾ തിരുത്താൻ അള്ളാഹുവിനെ കൊണ്ട് പറ്റും. സർവശക്തനൊക്കെയാണ്. കഴിഞ്ഞ ഒരു കാര്യത്തെ തിരുത്താനായിട്ട് അള്ളാഹുവിന് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിനെ കൊണ്ട് പറ്റും. അതുകൊണ്ട് ഈ
8 ദിവസം ആയിപ്പോയി, 6 ദിവസമാണ് ഉദ്ദേശിച്ചത്, 2 ദിവസം ഇടയ്ക്ക് മിസ്സിംഗ് ആയി. അതിന്റെ ഒരു പ്രശ്നമാണ്. അത് ദൈവസഹജമായ ഒരു മനുഷ്യ സഹജം എന്ന് പറഞ്ഞ ദൈവസഹജമായ ഒരു തെറ്റായിട്ട് നമ്മൾ വിലയിരുത്തണം. 3 അല്ലേ ഉള്ളൂ, അവ- 3 തൗബ ചെയ്താൽ അവിടെ അവർക്ക് അത് പറ്റുമോ? അല്ലല്ല, അത് 3 പിന്നെ നമ്മള് വേറെ പറഞ്ഞില്ലേ, മലക്കിനെ താഴത്തേക്ക് അയച്ചപ്പോൾ തെറ്റിപ്പോയി. മലക്കിന്റെ ചിറകിന്റെ എണ്ണം തെറ്റി. ആ ചിറകിനെണ്ണം ചെറിയ തെറ്റൊന്നല്ല. 2, 3, 4 എന്നുള്ളത് 600 എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോക്കാ. പിന്നെ 600 ചിറകുള്ള മലക്കിനാണ് മൂപ്പര് മുഹമ്മദ് കണ്ടത്. മലക്കിനാണോ പിശാചിനാണോ കണ്ടതില് ഖദീജക്കും സംശയമുണ്ട്. അതിന് ടെസ്റ്റ് ഒക്കെ നമ്മൾ പറയാറുണ്ട് മുമ്പ് അല്ലെ, ചരിത്ര പുസ്തകങ്ങളിൽ. അത് എങ്ങനെ ടെസ്റ്റ് ചെയ്ത് പിശാചാണോ? അവിടെ പിശാചാണ് എന്നുള്ളതിൽ എനിക്കിപ്പോഴും തർക്കമുണ്ട്. കാരണം പിശാചിന് ടെക്നിക്ക് വേറെയാണ്. ഇപ്പൊ മലക്കിനെ പോലെ പിശാചങ്ങ് പെരുമാറിയ പിശാചിന് എന്തും ആവാലോ, ധാർമ്മികത ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ പെരുമാറാനുള്ള ഒരു സാധ്യതയും അവിടെയും സാധ്യതയുണ്ട്. ഇങ്ങനെ മൊത്തത്തില് ഇതൊന്നുമല്ല, നമ്മളിപ്പോ ഇതിപ്പോ ഒരു 5-6 എപ്പിസോഡ് ചെയ്യേണ്ട ഒരു സാധനങ്ങളുണ്ട്. പല ഈ വിഷയത്തിലും ഇതേപോലെ സാധനങ്ങളുണ്ട്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോ എടുത്തു വെച്ച റെഫറൻസിൽ ഇനിയും കുറെ കാര്യങ്ങൾ പറയണ്ട്. അപ്പൊ തൽക്കാലത്തേക്ക് ഇത് മതി. ഡീറ്റെയിലിംഗ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമുക്കത് ഡീറ്റെയിൽസ് കൂടെ കൊടുക്കാം. തൽക്കാലം നമ്മൾ റെഫറൻസസ്, ഖുറാന്റെ റെഫറൻസസ് പറഞ്ഞു, ഹദീസിന്റെ റെഫറൻസസ് പറഞ്ഞു. സംശയമുള്ള ആൾക്കാർക്ക് താഴെ കമന്റുകളായിട്ട് ഇട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വരും പരിപാടികളിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ആവശ്യമാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഓറലി ഞങ്ങൾ മറുപടി പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി നിങ്ങളുടെ കമന്റിന്റെ താഴെയായിട്ട്, ഞങ്ങളുടെ കമന്റായിട്ട് ഞങ്ങൾ അത് രേഖപ്പെടുത്താം, ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. അതാണ് അതിനെ സംബന്ധിച്ച്, കമന്റുകളെ സംബന്ധിച്ച് പറഞ്ഞത്. മറുപടികളെ സംബന്ധിച്ച് ഈ പറഞ്ഞ കുറച്ച് വിഷയങ്ങൾ, ഖുർആനിലെ ഗണിതവുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഇനിയും പുറകുണ്ട്. അത് താരതമ്യം നിസ്സാരമായതുകൊണ്ട് എടുക്കാതെ പോകുന്നതാണ്. അള്ളാഹു ഈ ഗുഹാമനുഷ്യരുടെ എണ്ണത്തെ സംബന്ധിച്ചിട്ടുള്ള കണക്കിന്റെ പ്രശ്നം, ആകാശങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം, ഇങ്ങനെ നിരവധിയായിട്ടുള്ള വേറെ കുറെ വിഷയങ്ങളും കൂടെയുണ്ട്. എങ്കിലും എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നതും അല്പം സീരിയസ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയതുമായിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ അള്ളാഹുവിന്റെ കണക്കിലുള്ള പ്രശ്നങ്ങളായിട്ട് കണക്കാക്കിയിട്ടുള്ളൂ. അത് സതയം കോർത്ത് ക്ഷമിച്ച് 8 മാർക്കിന് കൂടെ ഗ്രേസ് മാർക്ക്, നെഗറ്റീവ് മാർക്ക് കൊടുക്കാതെ, 8 മാർക്ക് നെഗറ്റീവ് മാർക്ക് കൊടുക്കാതെ അദ്ദേഹത്തിന് ക്രോസ് മാർക്ക് ഇട്ട് കൊടുത്ത് എന്തെങ്കിലും ശരിയായ കണക്ക് അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന് പാസ് മാർക്ക് കൊടുത്തിട്ട് ചാക്കോ മാഷിന്റെ മകനെ തോമയെ തോൽപ്പിച്ചതുപോലെ തോൽപ്പിക്കാതെ, ചീത്ത ആകാതെ അള്ളാഹുവിനെ നല്ല വഴിക്ക് നടത്താനായിട്ട് ചാക്കോ മാഷ് അള്ളാഹുവിനെ സഹായിച്ച് കണക്ക് പഠിപ്പിച്ച് ശരി ഉത്തരം പറഞ്ഞു കൊടുത്ത് മുമ്പോട്ട് പോകണം. ചാക്കോ മാഷിനോട്, ആ പരേതാത്മാവിനോട് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിക്കും. എനിക്ക് ഇത് ആകെ പറയാനുള്ളത് ഇതാണ്. അവർ ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ലേ? അതെ, ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മിസ്റ്റേക്ക് കണ്ടെത്തുന്നത്. നമ്മൾ ചിന്തിച്ചുകൊണ്ടാണ് ഇപ്പൊ തെറ്റുകളൊക്കെ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അവർ ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ലേ? അത് അള്ളാഹുവിൽ നിന്നല്ലായിരുന്നെങ്കിൽ, അത് അള്ളാഹുവിന്റെ അല്ലാത്തവരുടെ പക്കൽ നിന്നായിരുന്നുവെങ്കിൽ അതിൽ ധാരാളം വൈരുദ്ധ്യം കണ്ടെത്തുമായിരുന്നു. ഇത് അള്ളാഹു എന്ന് പറഞ്ഞ ദൈവത്തിൽ നിന്നൊന്നുമല്ല, ഇതൊരു ദൈവവും ഒന്നുമല്ല എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളതിന്റെ തെളിവാണ് ഇത്രയും നേരം ഈ പറഞ്ഞ അള്ളാഹുവിന്റെ കണക്ക് തെറ്റി എന്ന് പറഞ്ഞത്. അള്ളാഹു എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം ഇത്രയും അപമാനിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ആ ദൈവത്തിനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഇത്രയൊക്കെ മണ്ടനായിട്ട് അവതരിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് മുഹമ്മദിന്റെ ഫാൻ ക്ലബിനോടും എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ടന്റ് മാക്സിമം ആളിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ അതിന് ശ്രമിക്കുക. അതാണ് എനിക്കതിൽ പറയാനുള്ളത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നന്ദി, നമസ്കാരം.